ഏപ്രിൽ 19 തമിഴകം വിധി എഴുതുകയാണ്. തമിഴ്നാട്ടിലെയും പുതുച്ചേരിയിലുമായി കിടക്കുന്ന 40 മണ്ഡലങ്ങളിൽ ഇക്കുറി ആര് വിജയം നേടും? തമിഴകം ആര് പിടിക്കും? ഇന്ത്യ മുന്നണിയുടെ ശക്തി കേന്ദ്രമെന്ന് വിശേഷിപ്പിക്കാവുന്ന 40 സീറ്റുകൾ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 40-ൽ 39 UPAക്കായിരുന്നു ലഭിച്ചത്. ഒരു സീറ്റ് അണ്ണാ DMKയ്ക്കും. ഇക്കുറി സ്റ്റാലിൻ നയിക്കുന്ന തമിഴകത്തെ ഇന്ത്യ മുന്നണിക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുമോ? അതോ EPS തിരിച്ചുവരവ് നടത്തുമോ? നോക്കാം. ഇന്ത്യ മുന്നണിയിലെ സഖ്യകക്ഷികളുടെ സീറ്റ് നില എങ്ങനെയാണെന്ന് പരിശോധിക്കാം. DMK ഇക്കുറി 21 സീറ്റുകളിലാണ് ജനവിധി തേടുന്നത്. കോൺഗ്രസ് തമിഴ്നാട്ടിലെ 9 സീറ്റിലും പുതുച്ചേരിയിലെ ഏക സീറ്റിലും മത്സരിക്കുന്നു. CPM, CPI, VCK കക്ഷികൾക്ക് 2 സീറ്റ് വീതം ലഭിച്ചിട്ടുണ്ട്. ചെറുപാർട്ടികളായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, വൈക്കോയുടെ MDMK, കൊങ്ങുനാട് മക്കൾ ദേശീയ കക്ഷി എന്നിവയ്ക്ക് ഓരോ സീറ്റാണ് ഇക്കുറി ലഭിച്ചിരിക്കുന്നത്. ഇതിൽ കൊങ്ങുനാട് മക്കൾ ദേശീയ കക്ഷിയുടെ സ്ഥാനാർത്ഥി DMKയുടെ ഉദയസൂര്യൻ ചിഹ്നത്തിലായിരിക്കും മത്സരിക്കുക. ഇന്ത്യ മുന്നണിയിൽ മത്സരിക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കൾ ആരെല്ലാമാണ്? K കനിമൊഴി ഇക്കുറി വീണ്ടും തൂത്തുക്കുടിയിൽ നിന്ന് മത്സരിക്കുന്നുണ്ട്. DMK ട്രഷററായ T ബാലു ശ്രീപെരുമ്പത്തൂരിൽ നിന്നും, A രാജ നീലഗിരിയിൽ നിന്നും, ദയാനിധിമാരൻ ചെന്നൈ സെൻട്രലിൽ നിന്നും മത്സരിക്കുന്നു. കോൺഗ്രസ് നേതാവായ കാർത്തി ചിദംബരം ഇക്കുറി ശിവഗംഗയിൽ നിന്നും വീണ്ടും ജനവിധി തേടുകയാണ്. NDA മുന്നണി വിട്ട ശേഷം അണ്ണാ DMK മറ്റൊരു മുന്നണി രൂപീകരിച്ചുകൊണ്ടാണ് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. പ്രധാനമായും പ്രേമലത വിജയകാന്തിൻ്റെ DMDKയെ അവസാന നിമിഷമാണ് മുന്നണിയിലെത്തിക്കാൻ അണ്ണാ DMK സാധിച്ചത്. പഴയ പ്രതാപമില്ലെങ്കിലും EPS സർവ്വശക്തിയും എടുത്താണ് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്നത്. അണ്ണാ DMK നേതൃത്വം നൽകുന്ന പ്രതിപക്ഷ മുന്നണിയിലെ സഖ്യകക്ഷികളുടെ സീറ്റ് നില എങ്ങനെയാണെന്ന് പരിശോധിക്കാം. പ്രധാന പാർട്ടിയായ അണ്ണാ DMK തമിഴ്നാട്ടിലെ 32 സീറ്റുകളിൽ നിന്നാണ് ഇക്കുറി ജനവിധി തേടുന്നത്. ഇതിനു പുറമെ പുതുച്ചേരിയിലെ ഒരു സീറ്റിലും അണ്ണാ DMK മത്സരിക്കുന്നുണ്ട്. മുന്നണിയിലെ മറ്റൊരു പാർട്ടിയാണ് പ്രേമലത വിജയകാന്തിൻ്റെ DMDKയ്ക്ക് ഇത്തവണ 5 സീറ്റുകളാണ് നൽകിയിരിക്കുന്നത്. ചെറുപാർട്ടികളായ പുതിയ തമിഴകം പാർട്ടിക്കും SDPIക്കും ഓരോ സീറ്റും മുന്നണിയിൽ ലഭിച്ചിട്ടുണ്ട്. ഇതിൽ SDPI സ്ഥാനാർത്ഥി അണ്ണാ DMKയുടെ 2 ചിഹ്നത്തിലായിരിക്കും മത്സരിക്കുക. അണ്ണാ DMKയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഭൂരിഭാഗവും പ്രമുഖരല്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത. പുതുമുഖങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ ഇക്കുറി അണ്ണാ DMK നൽകിയിട്ടുണ്ട്. ഇത്തവണ തമിഴ്നാട്ടിൽ BJP അക്കൗണ്ട് തുറക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. K അണ്ണാമലെ നേതൃത്വം നൽകുന്ന സംസ്ഥാന NDAക്ക് ഇത്തവണ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുമോ? BJPക്ക് പുറമെ പട്ടാളി മക്കൾ കക്ഷിയെ കൂടി NDAയിലെത്തിച്ചാണ് ഇത്തവണ ശക്തി പരീക്ഷണത്തിന് അണ്ണാമലെ ഒരുങ്ങുന്നത്. NDA മുന്നണിയിലെ സീറ്റ് വിഭജനം എങ്ങനെയാണെന്ന് നോക്കി വരാം. പ്രധാന പാർട്ടിയായ BJP ഇക്കുറി 20 സീറ്റിലാണ് മത്സരിക്കുന്നത്. പട്ടാളി മക്കൾ കക്ഷിക്ക് 10 സീറ്റുകളും നൽകിയിട്ടുണ്ട്. തമിഴ് മാനില കോൺഗ്രസ് 3 സീറ്റിലും TTV ദിനകരൻ്റെ അമ്മ മക്കൾ മുന്നേറ്റകഴകം 2 സീറ്റിലും ജനവിധി തേടും. ഇതിനു പുറമെ പുതിയ തമിഴകം പാർട്ടി, ഇന്ത്യൻ ജനനായക പാർട്ടി, തമിഴ് മക്കൾ മുന്നേറ്റകഴകം പാർട്ടി, IMKMK പാർട്ടി എന്നീ ചെറിയ പാർട്ടികൾക്ക് ഓരോ സീറ്റ് നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ 4 പാർട്ടികളും BJPയുടെ താമര ചിഹ്നത്തിലായിരിക്കും ജനവിധി തേടുക. പ്രധാനപ്പെട്ട BJP സ്ഥാനാർത്ഥികൾ ആരാണെന്ന് നോക്കി വരാം. പ്രധാന മത്സരം നടക്കുന്നത് കോയമ്പത്തൂരിൽ തന്നെയാണ്. BJP സംസ്ഥാന അധ്യക്ഷൻ K അണ്ണാമലയാണ് ഇവിടെ ഇക്കുറി ജനവിധി തേടുന്നത്. മറ്റൊരിടം പൊൻ രാധാകൃഷ്ണൻ മത്സരിക്കുന്ന കന്യാകുമാരി മണ്ഡലമാണ്. രാജിവെച്ച മുൻ ഗവർണർ തമിഴിസൈ സൗന്ദരരാജൻ ചെന്നൈ സൗത്തിൽ നിന്നും ജനവിധി തേടുന്നു. കേന്ദ്രമന്ത്രിയായ L മുരുകൻ നീലഗിരിയിൽ നിന്നും, രാധിക ശരത് കുമാർ വിരുദ്നഗറിൽ നിന്നും ഇക്കുറി മത്സരിക്കുന്നുണ്ട്. തമിഴകത്തെ വീറുറ്റ പോരാട്ടത്തിനൊടുവിൽ ആർക്കായിരിക്കും ഇക്കുറി വിജയം? ജൂൺ 4 ജനവിധിക്കായി കാത്തിരിക്കുകയാണ് എല്ലാവരും. ചെന്നൈയിൽ നിന്നും വിനയുണ്ണി, മാതൃഭൂമി ന്യൂസ്.